അങ്ങനെ ഒരു ജില്ലയുടെ പ്രശ്നം തീർന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 13 ജില്ലയുടെ പ്രശ്നം. അതും മാത്രമല്ല, നമ്മുടെ ബാക്കിയുള്ള 19 MP-മാർ എന്താണ് ചെയ്യുന്നത്? ബാലൻസ് ഉള്ള MLA-മാരും എന്താണ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്? ഞങ്ങൾക്ക് ഓണമാണ്, ഞങ്ങൾക്ക് ഓണം ഉണ്ണാൻ മോദി പൈസ തരുന്നില്ല എന്ന് പറഞ്ഞു. അതല്ല ഇവരുടേത് ടൂറിസത്തിൽ നിന്ന് വരുന്ന ഫണ്ടാണ്. അപ്പൊ അതിൽ ആദ്യത്തെ 1.5 മാസത്തെ അവർ കൊടുത്തു, ബാക്കി ഓർഡർ ആയിട്ടുണ്ട്. ഇപ്പൊ എത്രയാണ് അവർക്ക് വന്നാൽ കൊടുക്കാൻ പറ്റുന്ന ഓണത്തിന് മുമ്പ്? 32 lakhs ഞാൻ ഇപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊടുത്ത് എനിക്ക് റീഇംബേഴ്സ് ഒരുപാട് സന്തോഷമായി. ഞങ്ങൾക്ക് ഒരു മാർഗവുമില്ലെന്ന് 5-6 മാസം കൊണ്ട് ഞങ്ങൾ കിടന്ന് പാടുപെടുവാണ്. ഒരു വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവരാണ്, ഒറ്റടുത്തിൽ വേലയെടുത്തുകൊണ്ടൊന്നും ജീവിക്കുന്നവരാണ്, അന്നന്ന് കഴിയാൻ പോലും നിവർത്തിയില്ലാത്തവരാണ്. അപ്പൊ ഞങ്ങൾ കടം മേടിച്ച് കുഴഞ്ഞിനി കടം തരാൻ ആരുമില്ല ഞങ്ങൾക്ക്. അപ്പൊ ഇപ്പൊ സുരേഷ് ഗോപി സാർ വന്ന് ഇത്രയും ചെയ്തു തന്നെ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഇതിൽ പുതുമയായിട്ടൊന്നും തോന്നില്ല. കാരണം പണ്ടോട്ടെ അദ്ദേഹം നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ ഈ നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും ഒറ്റ ദിവസത്തെ ഒരു വാർത്തയായിട്ട് മാത്രം കൊടുക്കാനാണ് താല്പര്യം. അവർക്ക് ഇദ്ദേഹം പപ്പടം പൊടിക്കുന്നതും അല്ലെങ്കിൽ വെള്ളം കൈ കഴുകുന്നതൊക്കെ വെച്ചിട്ട് വിവാദമാക്കാനാണ് താല്പര്യം. അതാകുമ്പോൾ അവരുടെ TRP കൂടുമല്ലോ. അദ്ദേഹം ഒരു നല്ല കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ആലപ്പുഴയിലെ അമ്മമാർക്ക് ഈ ഓണം ഒരു പ്രശ്നമില്ലാതെ ആഘോഷിക്കാൻ പറ്റും. അദ്ദേഹം അതിനൊരു നിമിത്തമായി. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത, അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബാക്കിയുള്ള 13 ജില്ലകളിലുള്ള അമ്മമാർക്ക് അവരുടെ ഓണം എങ്ങനെയായിരിക്കും? എത്ര പേർക്ക് 20 MP-മാരിൽ സുരേഷ് ഗോപി അല്ലാതെ വേറെ MP-മാരുടെ പേര് അറിയാം? എനിക്ക് തോന്നുന്നില്ല 1-2 MP-മാരുടെ കൂടി പേര് അറിയായിരിക്കും. പക്ഷെ ബാക്കിയുള്ള MP-മാരുടെ പേര് അറിയാവും? ഇല്ല, അറിയത്തില്ല. ഇത് ഒരാളുടെ വ്യക്തിപരമായ സഹായം കൊണ്ട് പരിഹരിക്കപ്പെടേണ്ട കാര്യമാണോ? ഈ അമ്മമാർ ഒരു MP-യുടെ അടുത്ത് വന്ന് ഇങ്ങനെ സങ്കടം പറയണമെങ്കിൽ അത് നമ്മുടെ സംവിധാനത്തിന്റെ പരാജയമാണ്. തൊഴിലാളികൾക്ക് അവർക്ക് അർഹമായ വേതനം സമയത്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് കിട്ടണം എന്ന് ഒരു സംവിധാനമാണ് ഉറപ്പാക്കേണ്ടത്. ഇത് ആരുടെയും കരുണയല്ല, ഇത് അവരുടെ അവകാശമാണ്.